നമസ്കാരം ശ്രീലേ. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മൾ മലയാളികൾക്ക് ആകമാനം നാണക്കേടും അപമാനവും വരുത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു രാജ്യസഭ MP. മറ്റാരുമല്ല, CPM-ന്റെ ഒരു നേതാവ് കൂടിയായ ജോൺ ബ്രിട്ടാസ് എന്ന മാധ്യമ പ്രവർത്തകനാണ് നമുക്ക് ഈ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. രാജ്യസഭയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കും അതിന് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ MP തമ്പി ദുരൈ നൽകിയ മറുപടിയും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിനെ ട്രോളി നിരവധി വീഡിയോകൾ പുറത്തിറങ്ങുന്നു. അതായത് എന്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്റെ ചോദ്യം ഇതാണ്: ഈ CPM കരുതി കൂട്ടി നമ്മൾ മലയാളികളെ ഇങ്ങനെ നാണം കെടുത്താൻ, അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? പ്രശാന്ത്, 2-3 കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മൊത്തത്തിൽ CPM നാറിയിരിക്കുകയാണ്. വേറൊരു പണിയില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ടായിട്ടുള്ള ജന്തർ മന്തർ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതിലങ്ങ് ഹാലിളകിയിരിക്കുകയാണ് ഈ ബ്രിട്ടാസും കൂട്ടരുമെന്നാണ്. അതായത് ബ്രിട്ടാസിന്റെ വിചാരം നാളെ രാവിലെ അടുത്ത ദിവസം പോയി അവിടെ ചെന്ന് പാർലമെന്റിലും രാജ്യസഭയിലൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ എന്തൊക്കെയോ സംഭവിക്കും, താൻ എന്തോ സ്റ്റാർ ആണെന്ന് തോന്നുമെന്നൊക്കെയാണ്. അതെന്തോ ഒരു ഹാലൂസിനേഷൻ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ 3-മതുള്ള ആളാണ് എന്ന്. ഏതായാലും RSS ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. RSS തയ്യാറാക്കുന്ന ലിസ്റ്റിൽ നിന്നുള്ളവർ ഇന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉപരാഷ്ട്രപതിയും ഒക്കെ ആയിരിക്കുകയാണ്. അതാണ് അവരുടെ അല്ലാതെ ഗവർണർമാരും ഒക്കെ ആയിരിക്കുകയാണ്. അല്ലാതെ കൊടിസുനിയും കാരായി രാജനും ആ തരത്തിലുള്ള ലിസ്റ്റ് അല്ല അവർ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ലിസ്റ്റ് പോലെ, അല്ലെങ്കിൽ അവരെ 2 ലിസ്റ്റ് ഉണ്ടെന്നാ തോന്നുന്നത് CPM-ന്. കാരണം ഈ കൊലപാതകികളെ പ്രകീർത്തിക്കാനുള്ള ഒരു ലിസ്റ്റും അതുപോലെ കൊലപാതകം ചെയ്യേണ്ടവരുടെ ലിസ്റ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ അറിവുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ബ്രിട്ടാസിന് അത്തരത്തിലൊരു തോന്നലുണ്ടായത്, താനും ഒരു ഹിറ്റ് ലിസ്റ്റിന്റെ ഭാഗമാണ് എന്നൊക്കെ. പ്രത്യേകിച്ച് RSS പോലുള്ള ഒരു സംഘടനയുടെ ഹിറ്റ് ലിസ്റ്റിൽ താനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അഭിമാനമൊക്കെ എനിക്ക് തോന്നുന്നു അത്തരത്തിലായിരിക്കും. ഞാനെന്തോ മഹാസംഭവമായി, എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ താൻ എന്തോ മഹാസംഭവമായി എന്നൊരു തോന്നൽ കഴിഞ്ഞ ദിവസം തന്നെ ബ്രിട്ടാസിനുണ്ടായി. രണ്ടാമത്, ഈ ബ്രിട്ടാസ് കേരളത്തിൽ കടന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ആൾക്കാരോടൊക്കെ കാണിക്കുന്ന CPM-ന്റെ ആ പതിവ് ഗിമ്മിക്ക് രാജ്യസഭയിൽ ഇറക്കാൻ പോയതാണ്. നമുക്കറിയാം, അമൃതാനന്ദമയി ഒക്കെ ഏതൊക്കെ തരത്തിലാണ് ആക്ഷേപിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതേപോലെയാണ് അമ്മ എന്ന് ഈ പറയപ്പെടുന്ന തമ്പിദുരൈ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോ, ജയലളിത നടത്തിയ ഇനിഷ്യേറ്റീവുകളെ കുറിച്ച് പറയുമ്പോ അമ്മ എന്ന് തമിഴ്നാട്ടുകാർക്കെല്ലാം അമ്മയാണ്. അവർക്ക് അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പൊ കേരളത്തിലെ പോലെ രാഷ്ട്രീയ നേതാക്കളെ മോശക്കാരാക്കുന്ന പ്രവണത തമിഴ്നാട്ടിലില്ല. തമിഴ്നാട്ടിൽ അത് കുറവാണ്, ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജയലളിതയെ സംബന്ധിച്ച്, ജയലളിത അവരുടെ ഒരു വികാരമാണ് എപ്പോഴും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരെ ആക്ഷേപിക്കില്ല. പിന്നെ തമിഴ് കൾച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, തമിഴ് കൾച്ചറിലുള്ളവർ സ്ത്രീകളെ കുറച്ചുകൂടി കരുണയോടും ആർദ്രതയോടും അലിവോടും വാത്സല്യത്തോടും ബഹുമാനത്തോടും ഒക്കെ കാണുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നൽകേണ്ട ഏത് രീതിയിലാണോ അവർ അവരെ കാണേണ്ടത്, അതേ ബഹുമാനമാണെങ്കിൽ ബഹുമാനം, വാത്സല്യമാണെങ്കിൽ വാത്സല്യം, അങ്ങനെ എല്ലാം നൽകുന്നവരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ആ അമ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചു, തമ്പിദുരൈ മിണ്ടാതെ വീണ്ടും പോയി, പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കണക്കിന് കിട്ടിക്കഴിഞ്ഞപ്പോ കയ്യും കൂപ്പി മിണ്ടാതിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് നോക്കൂ, രാജ്യസഭയിൽ മലയാളികൾക്ക് നാണക്കേടാക്കുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നില്ലേ കാണിച്ചത്? ഇത് ശരിക്കും പറഞ്ഞാൽ തമിഴ് ജനതയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. തമിഴ് ജനതയ്ക്ക് എങ്ങനെയാണ് അവരുടെ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചതെന്ന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, ആരെങ്കിലും ഈ വിഷയത്തിൽ ബ്രിട്ടാസിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടോ? ഒരാൾ പോലും അനുകൂലിച്ചില്ല എന്നുള്ളതാണ്.
അവിടെയാണ് ഇതിന്റെ പ്രസക്തി. ഇപ്പോ കേരളത്തിലൊക്കെ ആരെയും എന്തും പറയാമെന്നൊരു കൾച്ചർ CPM ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരെക്കുറിച്ചും എന്തും പറയാമെന്ന്. അപ്പൊ ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ളതാണ് ആ ഒരു രീതി പഠിച്ചു വെച്ചിരിക്കുന്നതും ശീലിച്ചു വെച്ചിരിക്കുന്നതും കൊണ്ടാണ് രാജ്യസഭയിലും പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറക്കിയത്. കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം, തമിഴ്നാട്ടിലുള്ളവരെ ആക്രമിക്കുന്നതിന് അല്ലെ തമിഴ്നാട്ടിലുള്ളവരെ ആക്ഷേപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്കറിയാം. ഇപ്പോ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ പലവട്ടം അത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പോയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരു വാഹനം, ഏതെങ്കിലും ഒരു ബന്ധു വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ചരക്ക് നീക്കം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രത്യേകിച്ച് അയൽ സംസ്ഥാനമാണ് നമ്മൾ പട്ടിണിയൊക്കെ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം പച്ചക്കറി ലോഡ് വന്നില്ലെങ്കിൽ, അരിയും മറ്റു ധാന്യങ്ങളും ഒക്കെ, പയറ്, കടല പോലെയുള്ളത് ഒക്കെ വന്നില്ലെങ്കിൽ നമ്മൾ സത്യത്തിൽ മലയാളി പട്ടിണി കിടക്കും. അതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിൽ കൃഷി സമ്പൂർണമായിട്ട് നശിച്ചിരിക്കുന്നു. നമ്മൾ ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ഈ തമിഴ്നാടിനെയും ആന്ധ്രയെയും കർണാടകയും ആശ്രയിച്ചാണ് ഇന്ന് കേരളം ഭക്ഷണം കഴിക്കുന്നത്, മലയാളി ഭക്ഷണം കഴിക്കുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നമ്മുടെ ഈ സംസ്ഥാനം, ആ സംസ്ഥാനത്ത് തിങ്ങിപ്പാർക്കുന്ന ജനത ആഹാരം കഴിക്കുന്നത് തമിഴന്റെയും പണം കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്, ശരി തന്നെ. പക്ഷെ തമിഴന്റെയും തെലുങ്കന്റെയും അതുപോലെ കന്നഡികന്റെയും സൗജന്യമാണ്, അല്ലെങ്കിൽ അവരുടെ ദയാവായ്പാണെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ നിന്ന് സാധനങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരും, സാധിക്കാതെ വരും എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാണ് പ്രബുദ്ധ മലയാളിയുടെ ഇന്നത്തെ അവസ്ഥ. പറഞ്ഞോളൂ. അതായത് എല്ലാ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ബന്ധങ്ങളെയും എല്ലാ തരത്തിലുള്ള ബഹുമാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി CPMന്റെ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഇല്ലാതായതിന്റെ, അതായത് ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്ത് ജനങ്ങളെ ഇത്തരത്തിൽ അരാജകത്വം പഠിപ്പിക്കുന്നതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം CPMന് തന്നെയാണ്. ഒരു സംശയം വേണ്ട. പ്രാഥമികമല്ല, മൊത്തം ഉത്തരവാദിത്വം CPMന് തന്നെയാണ്. നമ്മൾ കാണുന്നല്ലേ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? BRCയിലെ അധ്യാപകർ മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറുന്നു. ആലോചിച്ച് നോക്കൂ. ഒരു ഡോക്ടർക്ക് പിഴച്ചാൽ ഒരു രോഗി മരിക്കും, ഒരു എഞ്ചിനീയർക്ക് പിഴച്ചാൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീഴുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മരിക്കുമായിരിക്കും. പക്ഷെ ഒരു അധ്യാപകനെ തെറ്റിയാൽ തലമുറകളാണ് നശിക്കുന്നത്. അപ്പൊ തലമുറകളെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും അധ്യാപകർ ഇവരെല്ലാം ഇടത് സംഘടനാ അനുകൂലികളാണ്. ഈ അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യത്തെയും ചോദ്യം ചെയ്ത് അരാജകത്വം ഉണ്ടാക്കുകയാണ് ശീലം. ഇപ്പോ ഈ കിട്ടിയ ഒരു എഡ്ജ്, അതായത് ഈ സമരത്തിലും ഇവർ രണ്ടുപേരുടെ കറങ്ങി നടക്കുകയായിരുന്നു, നമ്മൾ കണ്ടതാണ്. വളരെ രസകരമായ ഒരു ട്രോൾ ഞാൻ കണ്ടു. രണ്ടുപേരുടെ ബലൂൺ വിൽക്കുന്ന പോലെ ഒരു ട്രോൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് A റഹീമും ബ്രിട്ടാസും. അപ്പൊ A റഹീമും ബ്രിട്ടാസ് തുടർച്ചയായി സ്റ്റാറായി നിൽക്കാനുള്ള ശ്രമമാണ് ബ്രിട്ടാസ് നടത്തുന്നത്. നമുക്കറിയാം, ഐഷി ഘോഷ് വന്ന ഉടനെ അവിടെ ചെന്ന് ഒരു അംഗമുണ്ടാക്കി, ഞാൻ ഇവിടെ ഒന്ന് ഡൽഹി പോലീസിനെ പറപ്പിച്ചു. 2 സ്ത്രീകളും ഒരു പാവം പിടിച്ച പോലീസുകാരൻ പുരുഷനും കൂടെ ചെന്നത്. അവരെ 3 പേരെ ഇവിടെ പറഞ്ഞു വിട്ടതാണ് അവിടെ പറപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇത്തരത്തിൽ പ്രകടനം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഐഷി ഘോഷിന്റെ കൂടെ പടം എടുത്തു. അതായത് എല്ലാ CPMന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ഭൂമിക്ക് കാണിച്ച് നിലനിൽക്കുക എന്നുള്ള തന്ത്രമാണ് നടത്തുന്നത്. അതിന്റെ ഒരു ഭാഗമായി വേണം ഇതൊക്കെ കാണാൻ. അത് ഐഷി ഘോഷിനെ ഓടിക്കുന്നു, RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ താൻ ഉണ്ടെന്ന് പറയുന്നു, അവിടെ രാജ്യസഭയിൽ പോയിരുന്ന തമ്പിദുരയുടെ അമ്മയ്ക്ക് വിളി കേൾക്കുന്നു. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും വാർത്തകൾ വരാം. അന്നേരം ഒരു വളിഞ്ഞ ചിരിയുണ്ട് കേട്ടോ. അമ്മയ്ക്ക് കേട്ട് കഴിഞ്ഞപ്പോ ചിരിച്ച് സന്തോഷത്തോടെ കൈകൂപ്പി ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അത് അർഹിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദിച്ചു വാങ്ങിയതാണ്, ഒരു കാര്യവുമില്ലാതെ വെറുതെ ഇങ്ങനെ ചോദിച്ച് അതായത് ഒരു അസ്വസ്ഥത പ്രകടമാക്കി വാങ്ങിയതാണ്. അതെ, നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിഞ്ഞപ്പോ തിരിച്ച് തമ്പിദുരൈ മാന്തി വിട്ടുകൊടുത്തു. ഇതിനകത്ത് മറ്റൊരു വലിയ രാജ്യസഭയിൽ ആദ്യമായിട്ടായിരിക്കും സത്യത്തിൽ ഈ RSSന്റെ ഹിറ്റ് ലിസ്റ്റിലെ 3ാമത്തെ ആളെന്ന് പറയുമ്പോ രാജ്യസഭയിൽ ആദ്യമായി അമ്മയ്ക്ക് വിളി കേട്ട MP ആയി മാറി എന്നുള്ളതാണ്. അതൊരു റെക്കോർഡായിരിക്കും കേട്ടോ. ആദ്യമായി രാജ്യസഭയ്ക്കകത്ത് മറ്റൊരു MPയുടെ അമ്മയ്ക്ക് വിളി കേട്ട ആദ്യത്തെ ആളായി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് രേഖകളിൽ നിന്ന് മാറ്റുമോന്ന് അറിയില്ല. സത്യത്തിൽ അത് രേഖകളിൽ ഉണ്ടാവണമെങ്കിലേ അതിന് രേഖകളിൽ നിന്ന് മാറ്റുമോന്ന് അറിയില്ല. രേഖകളിൽ നിന്ന് മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ബ്രിട്ടാസ് അപേക്ഷ കൊടുക്കും. കാരണം ഇപ്പൊ നിറഞ്ഞു നിൽക്കണമല്ലോ ബ്രിട്ടാസിന്. CPM നിരന്തരം ചെയ്തു വരുന്നത് കുട്ടികൾ മാതാപിതാക്കളുടെ കാല് തൊട്ട് തൊഴരുത്, അധ്യാപകരുടെ കാല് തൊട്ട് തൊഴരുത്, മുതിർന്ന ആരെയും ബഹുമാനിക്കരുത്, അത് അടിമത്തമാണ്,
അത് ഒരുതരം പിന്തിരിപ്പനാണ്, അത് പുരോഗമനമല്ല, അത് അധോഗമനമാണ്. ഇങ്ങനെയൊക്കെയാണ് CPM പഠിപ്പിക്കുന്നത്. നോക്കൂ, നമ്മള് ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, പിതാപുത്ര ബന്ധം, മാതാപുത്രി ബന്ധം, അതുപോലെ ഗുരുക്കന്മാരും ശിഷ്യരും തമ്മിലുള്ള ബന്ധം, ഇതിന്റെയൊക്കെ പവിത്രത കേരളത്തിൽ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് നശിപ്പിച്ചതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേരളത്തിൽ CPM-നാണ്. ഞങ്ങൾ ഇടതുപക്ഷം, ഹൃദയപക്ഷം. പക്ഷെ ഇപ്പൊ പറയേണ്ടത് ഇടതുപക്ഷം ഹൃദയപക്ഷമല്ല, ഇടതുപക്ഷം ലഹരിപക്ഷം എന്നാണ്. കാരണം അധ്യാപകരെ കൊണ്ട് മാരകമായ രാസലഹരി വിൽപ്പിക്കുന്ന ഒരു ഏജൻസിയായി അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഈ പാർട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ടുണ്ടായ പ്രധാന നേട്ടം ഇതൊക്കെയാണ് ഈ പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത്. ഇങ്ങനെ നിരന്തരം അരാജകത്വം വളർത്തുന്ന, സാമൂഹികവും സാംസ്കാരികവുമായ മനുഷ്യന്റെ നന്മകളെ നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ ഇടതുപക്ഷം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. അതുകൊണ്ടാണ് വിച്ച് അമ്മ ഇത് മാതാപിതാക്കൾ കണ്ടുപഠിക്കേണ്ടതാണ്. അതായത് തങ്ങളുടെ കുട്ടികളെ SFIയിലേക്കോ അല്ലെങ്കിൽ ബാലസംഘത്തിലേക്കോ ഒക്കെ വിട്ടാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ഈ ലഹരി വിൽക്കുന്ന അധ്യാപകരെയും ഈ വിപണനം ചെയ്യുന്നവരെയും ഇത്തരത്തിൽ ഉള്ളവരെയും ഒക്കെ നിരീക്ഷിച്ചാൽ അവർക്ക് മനസ്സിലാകും. മാതാപിതാക്കൾ സ്വന്തം മക്കളെ അവർക്ക് ഏതെങ്കിലും കാലത്ത് നന്നായി കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു മാതാപിതാക്കളും SFIയിലേക്കോ ബാലസംഘത്തിലേക്കോ DYFIയിലേക്കോ ഒന്നും കുട്ടികളെ വിടാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഉള്ളത്. വിട്ടാൽ അവരുടെ ഭാവി തീർന്നു, അത്രേ നമുക്കും പറയാനുള്ളൂ. എന്തായാലും പുരോഗമനം, അരാജകത്വം, പുരോഗമനത്തിന്റെ പേരിൽ അരാജകത്വം വിതയ്ക്കുക, കള്ളും കഞ്ചാവും, അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആണെങ്കിൽ അവരുടെ ശരീരം അവരുടേതല്ല നാട്ടുകാരുടേതാണെന്ന് പഠിപ്പിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മനസ്സിലായി ഇത്തരം സംഘടനകളുടെ ഭാഗമാക്കി കുട്ടികളെ വിടാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ നല്ല ഹ്യൂമൻ ബീയിങ് ആയി വളർത്താൻ മാതാപിതാക്കൾ ശ്രമിച്ചാൽ, മുതിർന്നവരെ ബഹുമാനിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അധ്യാപകരെ ബഹുമാനിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പവുമില്ല. അധ്യാപകരും തിരിച്ച് അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ലഹരി അധ്യാപകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ 3 പേരെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കോട്ടൺ ഹിൽ സ്കൂളിൽ സമാനമായ സംഭവം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഓപ്പറേഷൻ തൂഫാനിലൂടെ കൃത്യമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ 3 അധ്യാപകരെ മാത്രമായി തെരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. ഡോക്ടർമാരെ, പ്രൊഫഷണലുകളെ, അധ്യാപകരെ അടക്കം ഇതിന്റെ കണ്ണികളാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഇന്ന് കേരളം എത്തി നിൽക്കുന്ന മയക്കുമരുന്നിന്റെ വിപണി എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. ഈ കുറച്ചു കാലം ഇപ്പോൾ കുട്ടികൾ ഇത് ഉപയോഗിക്കും, അതിനുശേഷം കാരിയർമാരാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും ഗൗരവകരമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ മയക്കുമരുന്ന്. ഇത്തരത്തിലുള്ള ഈ കൃമികീടങ്ങൾ അവിടെ പോയി ഏതമ്മ ഏതച്ഛൻ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ശ്രീലേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അധ്യാപികയെ, ഒരു കോളേജിന്റെ പ്രിൻസിപ്പലിനെ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും അനുവദിക്കാതെ ആ അമ്മയെ, അങ്ങനെ വേണം പറയണ്ട, ആ അമ്മയെ എന്നിട്ട് അത് മാത്രമല്ല, ഇങ്ങനെയൊക്കെ അവരെ ഖരാവോ ചെയ്ത അയാളാണിപ്പോ രാജ്യസഭയിലെ മറ്റൊരു MP. അവിടെ ചെന്ന് നേരെ ചൊവ്വ ഇംഗ്ലീഷിൽ ഒരു വരി പറയാൻ കഴിയാത്ത അത്ര മിടുക്കനാണ് CPM-ന്റെ ആ MP എന്ന് പറയേണ്ടി വരുന്നത് ലജ്ജാകരമാണ്. ഇരിക്കട്ടെ, ഈ പറഞ്ഞതുപോലെ ശ്രീല ഇപ്പൊ ചൂണ്ടിക്കാണിച്ച കുഴിമാടം തീർക്കുന്നു, അതുപോലെ അവരുടെ കസേര കൊണ്ടുവന്ന് ഇതിൽ വെച്ച് മൈതാനത്ത് കൊണ്ടിട്ടിട്ട് കത്തിക്കുന്നു. ഇതൊക്കെ ചെയ്തപ്പോ ഇന്നത്തെ ജനറൽ സെക്രട്ടറി, അന്ന് അദ്ദേഹം കരിയോയിൽ അതെ, ഇതെല്ലാം ചെയ്തപ്പോ, ഇതൊക്കെ വിദ്യാർത്ഥികൾ SFIക്കാർ ചെയ്തപ്പോ, ഇന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, അന്ന് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം പറഞ്ഞത് അത് വിദ്യാർത്ഥികളുടെ ആവിഷ്കാര മിടുക്കാണെന്നാണ് പറഞ്ഞത്. വിദ്യാർത്ഥികൾ എന്തോ മഹത്തായ കാര്യം, അല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിലും പോട്ടെ, അത് ആവിഷ്കാര മിടുക്ക്, അവരുടെ ക്രിയേറ്റിവിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി ആണെന്നാണ്. ഈ ക്രിയേറ്റിവിറ്റി കേരളത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമ്മുടെ പ്രബുദ്ധത അവകാശപ്പെടുന്ന മലയാളികൾ ഒന്ന് ആലോചിക്കട്ടെ. എനിക്ക് അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഈ ഇടതുപക്ഷം കേരളത്തെ തമിഴ്നാട്ടിൽ കയറി കളിക്കാൻ ചെന്നാൽ പണി കിട്ടുമെന്ന് ഇപ്പൊ ബ്രിട്ടാസിന് മനസ്സിലായി. ഇനി ബ്രിട്ടാസ് ഇല്ലാതെ അവിടെ ഇരുന്നോളൂ. എന്തായാലും മലയാളികൾക്ക് മൊത്തം നാണക്കേടായെങ്കിലും
ഒരു പുനർവിചിന്തനത്തിന് CPM-നെ ഇത് പ്രേരിപ്പിക്കും എന്ന് നമുക്ക് കരുതാം. നന്ദി, നമസ്കാരം. തീർച്ചയായും.